വിഷയത്തിലേക്ക് പോകും. മൂപ്പര് ഫോണുമായി ബന്ധപ്പെട്ട് കുറെ നുണകളുണ്ട്. ആ നുണകളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ ഐക്യവും ഭിന്നതയും എന്ന പ്രസംഗത്തിൽ ഞാൻ കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് എന്ത് ചെയ്തു? വല്ലാ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ എന്നത് മൊബൈൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ ചൊല്ലി. അതാണ്ടായത്. ഞാൻ എന്റെ ഒരു പ്രസംഗത്തിൽ അതിന് പകരം കൊപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഇത് പാടിപ്പോയിട്ടുണ്ട്. അത് വാക്കിൽ വന്നുപോയ പിഴവാണ്. നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടോളി. നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. അപ്പൊ വൈകൂടാ ഉത്തരം നൽകും ഞാനെന്നോവർ എന്ന് പറ്റി ചെറിയൊരു ചലനം, സാധാരണ ചലനാണ്. എന്നാ മൗലവി തീരു എന്റെ ഈ മൊബൈലും പിടിച്ചിട്ട് ഞാൻ വല്ലേ നിലത്തൊന്ന് പറഞ്ഞത് മൗലവി എന്നെ പരിഹസിക്കുന്നു. ഒന്ന് കണ്ടോളി, വെച്ചോളൂ. അടുത്ത പ്രസംഗത്തിൽ മൗലവിന്റെ പരിഹാസം. വൈകൂടാവുത്തീരം ചെയ്യും ഞാനെന്നോവർ. ഇത് മൂപ്പര് എന്നെ സ്വീപ്പാക്കിയിട്ട് ഇങ്ങനെ കൊലിക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കാണിച്ചതാണ്. അപ്പൊ മൂപ്പര് എന്താ ചെയ്തത്? വളരെ ചെറുതായിട്ട് ഉണ്ടായ ചലനം മൂപ്പരെ ശരീരം കൊണ്ട് കുലുക്കം കൂട്ടിയിട്ട് എന്നെ പരിഹസിച്ച്. അതിന് ശരീരം കൊണ്ട് എന്നല്ലേ മറുപടി പറയേണ്ടി? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എന്റെ ശരീരം കൊണ്ട് മൗലവിന്റെ ഈ കുലുക്കം കുറച്ചും കൂടി കുലുക്കിയിട്ട് ഞാനും കാണിച്ചു കൊടുത്ത് തിരിച്ചടി. അങ്ങനല്ലേ? ശരീരം കൊണ്ട് ഞാനും കാണിച്ചു കൊടുത്ത് തിരിച്ചടി. അതൊന്ന് വെച്ചു കൊടുത്താണ് മോനെ ലാഭത്തോടെ തിരിച്ചടിച്ച്. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. പേരോട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അങ്ങനെ ഒരു ശ്രദ്ധിച്ചില്ല? ഇതാണ് അദ്ദേഹത്തിന്റെ പരിഹാസത്തിന്റെ കുലുക്കം ഞാനെടുത്ത് ഉദ്ധരിച്ചതാണ്. അപ്പൊ എന്റെ ഒറിജിനൽ ചലനേതാ ആദ്യത്തെ പ്രസംഗത്തിലുള്ളത്? രണ്ടാമത് നിങ്ങൾ കണ്ടേതാ? എന്നെ പരിഹസിച്ചിട്ട് മൗലവി കുലുക്കിയത്. മൂന്നാമത് നിങ്ങൾ കണ്ടേതാ? മൗലവിന്റെ കുലുക്കം ഞാനെടുത്ത് ഉദ്ധരിച്ചത്. അത് എന്റെ കുലുക്കം ഒറിജിനൽ കുലുക്കല്ല. എന്റെ ഒറിജിനൽ കുലുക്ക ആദ്യത്തെ പ്രസംഗത്തിലുള്ളതാണ്. ഇത് ഇയാളത് ഉദ്ധരിച്ചതാണ്. അപ്പൊ മൂപ്പർ പിന്നെ എന്തായി? സ്ക്രീനിലേക്ക് മാറ്റി കുലുക്കം. എന്നിട്ട് ഒന്നുള്ളത് മൂന്നാക്കിയിട്ട് എന്റെ ഈ സദസ്സും മാറ്റിയിട്ട് അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള രൂപം മാറ്റിയിട്ട് സദസ് എന്റെ സദസ്സ് ബോർഡറാക്കി അയാളെ സദസ്സിന്റെ പൊട്ടിച്ചിരി അവിടെ വെച്ച് കയ്യടി വെച്ച് എന്നിട്ട് മൂപ്പര് എന്നെ ജിന്നാക്കി അവതരിപ്പിച്ചു. അതൊന്ന് വെച്ചു കൊടുത്താ പോലെ എനിക്ക് ജിന്നളവൊന്നും അയാൾ കാണിക്കുന്നത്. നമ്മളൊന്ന് കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടോളി ജിന്നളകണ പോലെ. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. മതി 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 മതി. അപ്പൊ ഇത് മൂപ്പര് എനിക്ക് ജിന്നളകുന്നു എന്ന് പറഞ്ഞ് മൂപ്പര് 3 പ്രാവശ്യം ഈ പറഞ്ഞ പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ട് കൂടുതൽ സ്പീഡ് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്തതാണ്. ഞാൻ 2 വിധത്തിലാണ് തിരിച്ചടിച്ചത്. ഒന്ന്, അയാളെ സീനിൽ ഒരു മാറ്റവും വരുത്താതെ അയാൾക്ക് ശൈത്താൻ ഇളകിയിട്ട് വായിക്കുന്നത്. വേറൊന്ന്, അയാളുടെ നേരത്തെ ഞാൻ കാണിച്ച രൂപത്തിൽ കുറച്ചും കൂടി ചലനം കാണിച്ചുകൊണ്ട് ഉള്ള ഒരു ശൈത്താൻ ഇളകല്. അങ്ങനെ 2 ജാതി. കൊടുക്കുമ്പോ നല്ലോണം കൊടുക്കണ്ടേ? അതൊന്ന് ചുട്ടവനെ ശൈത്താൻ ഇളകുന്നത്. മൗലവിക്ക് ശൈത്താൻ ഇളകുന്നത്. നോക്കട്ടെ. ചെയ്യും ഞാനെന്നോവർ. ചെയ്യും ഞാനെന്നോവർ. ചെയ്യും ഞാനെന്നോവർ. ഇനി ഈ ശൈത്താൻ ഇളകുന്ന സമയത്ത് അയാളെ വായന കേട്ടോട്ടെ. رجل لازم الله من شخصية عظيمة ونحن محاربهم في ميدان السفارة والإدارة
هذا الرجل لازم الله من شخصية عظيمة ونحن مهارته في ميدان السفارة والإدارة. അതെ അത് നമ്മളെ പറ്റി പറഞ്ഞതാ. നമ്മൾ വാജ്പേയിന്റെ മൗലൂദ് ഓതി പോലും. വാജ്പേയിനെ പറ്റി വന്ന് റിപ്പോർട്ട് വായിച്ചതാണ്. അത് മൗലൂദാണ് എന്ന് വരുത്തി തീർത്തു. പക്ഷെ മൂപ്പർക്ക് അറബി വായിക്കാൻ അറിഞ്ഞൂടാ, വായിച്ചാൽ തെറ്റു. അത് മൂപ്പർ എന്ത് ചെയ്തു, മനസ്സിലാത്ത രൂപത്തിൽ വായിച്ചതാ. അതാ സംഭവം. അത് പിന്നെ മൂപ്പർ എന്നെ ജിന്നാക്കിയ സ്ഥിതിക്ക് മൂപ്പർ ശൈത്താനാക്കാതെ നിവർത്തില്ലല്ലോ. അപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാളെ വായിച്ച പോലെ തന്നെ ഞാൻ കേൾപ്പിച്ചത്. അയാൾ വായിച്ച രൂപമാണ്. പകരം 1-ന് 2 പേരോടെ ജിന്നാക്കാൻ പോയിനോടല്ലേ നിങ്ങളെ ശൈത്താനാക്കിയത് എന്ന് ചോദിക്കാൻ പോയപ്പോ മൗലവിക്ക് ഇപ്പം മറുപടി ഇല്ല. അപ്പൊ പിന്നെ മൂപ്പര അണികളെ പിടിച്ചിരുത്തണ്ടേ. അതിന് മൗലവി എന്ത് ചെയ്തു അറിയോ, നാദാപുരത്ത് വന്നിട്ട് എന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്നത് കേട്ടോളി വെച്ചോളൂ. വേറൊരു തട്ടിപ്പ് എന്ന് എന്റെ പേരിൽ കള്ളത്തൻ പറയും. ലോക തട്ടിപ്പുകാരന്റെ തട്ടിപ്പ്. ഇയാൾ നടത്തിയ വേറൊരു തട്ടിപ്പുണ്ട്. എന്താ തട്ടിപ്പ് എന്നറിയോ? എന്റെ നാട്ടുകാരോട് പോയിട്ട് പറയാണ്, ഞാന് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിച്ചിട്ട് സ്പീഡ് കൂട്ടിയിട്ട് ആളുകളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാണ്. ജിന്നളകുന്നു എന്നും പറഞ്ഞിട്ട്. വല്ലേ നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. അത് ഞാൻ അങ്ങനെ ആടിയിട്ടേ ഇല്ല എന്നാ മൂപ്പര് പറയണത്. മൂപ്പര് പറയണേ ഞാൻ അങ്ങനെ സ്റ്റേജും വന്ന് ആടിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ആടിയത്, ഞാൻ ചെറിയൊരു ആട്ടം അങ്ങനെ ആടി. അത് മൂപ്പര് കമ്പ്യൂട്ടറിൽ സ്പീഡ് കൂട്ടിയിട്ട് എന്നെ അങ്ങനെ വിറപ്പിച്ചതാണ്. അത് എന്റെ പേരിൽ കളവാണ്. നിങ്ങൾ മനസ്സിലായിക്കോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മൂപ്പരിപ്പ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ CD-ന്ന് കേൾപ്പിക്കാൻ ആൺകുട്ടികളായ മുജാഹിദ് ജനിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആൺകുട്ടികൾ മുജാഹിദികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേൾപ്പിച്ചു തരണം. എനിക്ക് എന്റെ CD-ന്ന് കേൾപ്പിച്ചു തരണം. ഇയാൾ പറഞ്ഞ വാചകം എന്റെ CD-ന്ന് കേൾപ്പിച്ചു തരണം. കള്ളം പറയും മൗലവി. ഇനി വീണ്ടും ഇയാൾ കളവ് പറയുന്നത്. ഇനി മൂപ്പര് എന്റെ പേരിലൊരു കളവ് പറയണം. എന്താ അറിയോ, എന്റെ യഥാർത്ഥ സീന് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പഴയ പ്രസംഗത്തിൽ എന്നെ വല്ലേ നീലെത്തിന്നും എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് മൂപ്പര് ഇങ്ങനെ പതുക്കെ ആടുന്നത് കാണിച്ചു. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഐക്യവും ഭിന്നതയും എന്ന പേരിൽ ഇവിടെ നടന്ന മൂപ്പരുടെ പ്രസംഗത്തിൽ മൂപ്പര് എന്ത് ചെയ്തിരുന്നു, വല്ലേ നീലെത്തിന്നും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആടിയിരുന്നു. അത് കാണിച്ചിട്ട് മൂപ്പര് പറയണ, ഇപ്പൊ കണ്ടില്ലേ, ഇത്രേ ഞാൻ ആടിയിട്ടുള്ളൂ. ഇത് ഹുസൈൻ സലഫി എന്ത് ചെയ്തു, അതിങ്ങോട്ട് സ്പീഡ് കൂട്ടിയിട്ട് ഭയങ്കര ജോറിലങ്ങ് ആട്ടം കാണിച്ചു എന്ന്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കത് കാണുമ്പോ മനസ്സിലാവും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് കാണുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ അങ്ങനെ ആടി, അത് മൗലവി പിന്നെ ഒന്ന് എന്ത് ചെയ്തു, എന്നെ പരിഹസിച്ചിട്ട് ആട്ടിക്കാണിച്ചു. അത് ഞാൻ ഉദ്ധരിച്ച് അത് അയാൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞു തന്നെ. അത് മൗലവി പച്ചക്കള്ളം പിന്നെയും പറയാൻ. എന്നാലേ